ആ ലേഖ, എത്ര വർഷമായി ഈ ഒരു ഫ്ലാറ്റില്? എന്ത് ഭംഗിയാണ്, വിശാലമായി കിടക്കുന്ന. എങ്ങനെ കണ്ടുപിടിച്ച് ഇത്രയും നല്ലൊരു ഫ്ലാറ്റ്? അതൊരു ചോദ്യമാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 10 വർഷത്തോളം ആകുന്നു. ഇത് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ ഒരു ഫ്ലാറ്റ് ആണ്. നമുക്ക് മമ്മി വരുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നുള്ള ഒരു അന്വേഷണത്തിൽ വന്നു നിന്നതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പോകാൻ തോന്നിയിട്ടില്ല. എന്തൊരു പോസിറ്റീവ്. ഇപ്പം തന്നെ ഞാൻ വന്നു വരുന്നു, അങ്ങോട്ട് സമയം പോകുന്നത് അറിയുന്നില്ല. അതാണ് പ്രത്യേകത. ബാൽക്കണിയാണ് അത് ഇവിടെ വരുന്ന എല്ലാവരും പറയും. വരുന്ന ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഇടമാണ്. എല്ലാവരും പറയുന്ന അതേ വാചകം തന്നെയാണ് ഗീതേച്ചി പറഞ്ഞത്. പിന്നെ എല്ലാ സംഭവങ്ങളും ഫിഷ് അക്വേറിയം, അതുമാതിരി പക്ഷികൾ അല്ലേ. പിന്നെ ഇതാ കുടുംബ ഫോട്ടോ അടിപൊളിയായിട്ട്. ജസ്റ്റിൻ, ലേഖ, മോൻ, മോള്. എന്ത് രസമായിട്ടാണ് ഇതെല്ലാം. എത്ര വർഷം മുന്നേ ജസ്റ്റിൻ? ജസ്റ്റിൻ 10 വർഷം മുന്നത്തെയാണ്. വലിയ മാറ്റമൊന്നുമില്ല എങ്കിലും. അതെ അതെ അതെ, ചെറിയ നരയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ നര, അത് വരണല്ല, കാലത്തിന്റെ മാറ്റം എന്തായാലും വരണം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം ജസ്റ്റിൻ എങ്ങനെ കണ്ടുമുട്ടിയത്? ഇവിടെ നിന്നാണോ അല്ല നാട്ടിൽ നിന്നാണോ? പ്രണയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആ പുസ്തകോത്സവത്തല്ല 12 ദിവസം ഇണക്കുരുവികളായി ഒരുപോലുള്ള കളർ ഇതില് മാച്ചിങ് ആയിട്ട് എന്ത് രസമായിട്ടാണ് പുസ്തകോത്സവത്തിൽ മനസ്സിന്റെ ആ ഒരു പൊരുത്തം എന്ന് പറയാം, മനപ്പൊരുത്തം. രണ്ടാളും ഡ്രസ്സിലും എല്ലാം ആയിട്ടാണ്. തീർച്ചയായിട്ടും ജീവിതം. അതൊരു ജസ്റ്റിനെ പരിചയപ്പെടുന്നത് കോളേജ് കാലത്താണ്. ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്താണ് ജസ്റ്റിനെ കാണുന്നത്. കുറേ കാലം നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ തുടർന്നു. അതിനുശേഷമാണ് നമ്മൾ പിരിഞ്ഞു പോകുന്ന ഒരു സമയത്താണ് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നതും പറയുന്നതും. പിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഒരു ഭയമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും 2 മതത്തിൽപ്പെട്ടവരാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്ന് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. പിന്നെ തന്നെയല്ല, കുഞ്ഞു പ്രായമാണ്, പഠിക്കുന്നതേ ഉള്ളൂ, ജീവിതമൊന്നും തുടങ്ങാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു സമ്മതത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, കല്യാണം എന്ന് പറയുന്നൊരു കാര്യം നടക്കണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെറ്റിൽ ആവുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിനുശേഷം മാത്രം ഒരു വിവാഹത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ഓരോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. ജസ്റ്റിൻ ബോംബെക്ക് പോയി, ഞാൻ ഡൽഹിക്ക് പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ദൂരെ നിന്നുള്ള ബന്ധം മാത്രമായിരുന്നു, ഫോൺ വഴി എഴുത്ത് വഴി മാത്രമായിരുന്നു. പിന്നെ ജോലി കണ്ടെത്തി എല്ലാ കുടുംബത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം സെറ്റിലായി. അതിനുശേഷമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കുടുംബത്തേക്ക് അവതരിപ്പിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും 2 മതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെയുള്ള ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതിനുശേഷം പിന്നെ എല്ലാവരും ഓക്കെ, 2 കുട്ടികൾ സ്നേഹിച്ചതല്ലേ എന്നുള്ള ഒരു അതുകൊണ്ട് അവരങ്ങ് സമ്മതിച്ചു. ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരങ്ങ് സമ്മതിച്ചു. പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കൾ സ്വയം കണ്ടെത്തുന്നതിനെ കുറിച്ച് പേരൻസിന് എപ്പോഴും ഒരു പേടി ഉണ്ടായിരിക്കും. ഇത് എങ്ങനെയാവും, എന്താവും, ഇവര് നന്നായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ഇവർക്ക് ചേരുന്നതായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ തന്നെ, അന്നത്തെ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് ഇന്നും അതേ സ്നേഹവും അതേ കുസൃതികളും അതേ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ചോദ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. സുഹൃത്തുക്കളെ പോലെ അത്രേ ഉള്ളൂ. പരസ്പരം മനസ്സിലാക്കി പോകുന്ന ഒരു ജീവിതമായത് ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഒരു വലിയൊരു. നിങ്ങളൊരു കാര്യം ചെയ്തു, പ്രണയിച്ചുകൊണ്ട് കുറച്ച് സമയം കൊടുത്തു വീട്ടുകാർക്കും രണ്ടാളും മനസ്സിലാക്കാൻ. അതെ, ജസ്റ്റിന്റെ വീട്ടുകാരിലേക്ക് എന്താണ് കുറച്ച് സമയം കിട്ടിയല്ല. അതുപോലെ ജസ്റ്റിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ആരാണെന്ന്. അപ്പൊ അവരും അതിനോട് യോജിക്കുകയാണ്. എന്റെ മകൾക്ക് ഏറ്റവും നല്ല കല്യാണം തന്നെയാണ് കിട്ടുന്നത് എന്നുള്ള. അതെ അതെ, അത് കുടുംബം നമ്മളോട് യോജിച്ചിട്ട് അങ്ങനെ ആകുമ്പോ ആ സന്തോഷം കൂടെ മറ്റ് ചില പ്രണയ വിവാഹത്തിൽ എപ്പോഴും ഒരു ഉണ്ടാവും. അതെ, അതിന്റെ ആലോചനകളൊന്നും നമുക്ക് കുടുംബത്തിലെ പ്രശ്നം അവര് പുറത്താക്കപ്പെട്ടവരായിരിക്കും. ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതെല്ലാവരും കൂടി അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആഗ്രഹിച്ചത്. നമുക്ക് ടെൻഷൻ എടുത്ത് ജീവിക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പ്രായത്തിലെ ജീവിതം തുടങ്ങാന്നൊക്കെ പറയുന്നത് ഒരിക്കലും സാധ്യമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. മെച്ചൂറായിട്ട് കാര്യങ്ങളെ കാണുക, അതിന്റെ അനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സമയം കിട്ടിയത് ഞങ്ങൾക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു
ഉപകാരപ്രദമായി എന്നുള്ളതാണ് കാര്യം. മാത്രല്ല നമ്മളെ ലൈഫിൽ ഞാൻ പറയാണ്, അതായത് എന്തെങ്കിലും ഒരു വിഷമം ഭർത്താവിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും, മനുഷ്യരല്ലേ, എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പരാതി പറയാൻ അച്ഛനോടോ അമ്മയോടോ സഹോദരിയോടോ ഒന്ന് പറയാൻ നമുക്ക് അവര് വേണം. ഇല്ലെങ്കിലും വേണം. ഞാൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവരെന്താ പറയാ, അവര് പോയതല്ലേ, എന്തെങ്കിലും ആവട്ടെ, അനുഭവിക്കട്ടെ എന്നുള്ള ആ മെന്റാലിറ്റി എല്ലാരും വേണം നമുക്ക്, ജീവിതല്ലേ. ആ ലേഖയുടെ ലേഖനങ്ങൾ വായിക്കുമ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ചില പേജുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആള് നിയമം പഠിച്ച ആളാണോ, LLB കാരിയാണോ എന്ന് തോന്നിപ്പോകുന്നു. ചില പേജുകൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ച ആളാണോ, വർക്ക് ചെയ്ത ആളാണോ എന്ന് തോന്നിപ്പോകുന്നു. പിന്നെ അതായത് എന്താണ് ശരിക്കും പഠിച്ചത്, എന്താണ് രേഖ? പഠിച്ചത് ഗ്രാജുവേഷൻ കഴിഞ്ഞു, എക്കണോമിക്സ് ആയിരുന്നു. അതിനുശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞു. ഈ രംഗത്തൊന്നും ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ആതുര സേവന രംഗത്ത് ചെറിയ രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതും ഒരു ഫ്രണ്ട് ഓഫീസ് വർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉള്ള അറിവ് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതൊക്കെ എൻ്റെ സർട്ടിഫൈഡ് കോഴ്സുകളിൽ നിന്നല്ല, അല്ലാതെ എൻ്റെ വായനയിൽ നിന്ന് മാത്രം വന്നിട്ടുള്ള അറിവിൻ്റെ ഒരു ബേസിലാണ് എൻ്റെ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്, വായനയാണ്. വായനയും പുസ്തകങ്ങളും മാത്രമാണ്. പിന്നെ നല്ല അധ്യാപകരുണ്ടായിട്ടുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ടായിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിലൊക്കെ നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധം എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അറിവുകളാണ്. പിന്നെ പുസ്തകത്തിൽ ഒരുപാട് അതിനു വേണ്ടിയിട്ട് ഒത്തിരി സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ആൾക്കാരോട് സംസാരിച്ച് അവരിൽ നിന്നുള്ള അവരുടെ അറിവുകളും മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ വായിച്ച് അതിൽ നിന്നുള്ള അറിവുകളും ഒക്കെ ചേർത്തിട്ടാണ് അങ്ങനെ ഒരു പുസ്തകം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനം എന്ന് പറയുന്നത്. അതൊക്കെ ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഏത് വിഷയം, എനിക്ക് തോന്നുന്നു ഏത് വിഷയം ലോകത്തിൽ നടക്കുന്ന എന്താണെന്നുണ്ടെങ്കിലും പിന്നെ 1 മണിക്കൂർ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, വ്യത്യസ്ത മേഖലയുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിർത്താതെ 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിക്കാനുള്ള വിഷയങ്ങൾ വരും. പുസ്തകത്തിൽ നിന്നും പത്രവായനയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള അറിവുകൾ കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതിൽ വഴി ഞാൻ ഒരുപാട് മനുഷ്യരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അറിവുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഞാൻ ചെയ്യുന്നതിലൊക്കെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും വലിയ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുള്ളിടത്ത് ഞാനൊരു കടുകുമണി മാത്രമാണെന്നുള്ള ഒരു അഭിപ്രായമേ എനിക്കുള്ളൂ. അവിടെ തന്നെ കിടക്കട്ടെ, നല്ലതാണ്. അത് മാത്രമേ ഉള്ളൂ. ആ ലേഖ, ഇതെന്താണ് മാർക്കറ്റിലൊന്നും കാണാത്ത പല 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 ഭംഗിയുള്ള മുഖങ്ങളായിട്ട് ഇങ്ങനെ കുഞ്ഞു 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 ബൊമ്മകൾ, എന്താണ് ഇത് സംഭവം? ഇത് പേപ്പറിൽ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കാണ്. ഇതിന് പേരുണ്ട്, ക്വില്ലിംഗ് എന്ന് പറയും. ക്വില്ലിംഗ് എന്നാണ് പേര്. അതുവഴി അതിലൂടെ ചെയ്യുന്ന 3D ആർട്ട് വർക്ക്സ് ആണ് ഈ ബൊമ്മകള്. അത് എടുക്കാം അല്ലെ. എന്റെ കണ്ണ് ആദ്യം പോയത് നമ്മളെ ലുട്ടാപ്പി കുട്ടൻ. ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നേ? അത് എത്ര നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടല്ലോ ഉണ്ടാക്കിയത് തന്നെ. ഉണ്ട്. എങ്ങനെ? ഇത് പേപ്പർ വഴിയാണ്. പേപ്പർ എന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രിപ്സ് ആയിട്ട് തന്നെ കിട്ടും, കട്ട് ചെയ്ത് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ്, റോൾ ചെയ്ത് പിന്നെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഒരു കാർട്ടൂണിൽ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നമ്മൾ അതിന്റെ 3D ഫോംസ് നമ്മൾ നോക്കും. അതിനുശേഷം നമ്മളുടെ ഒരു ഇതാണ് ഇതിനെ എങ്ങനെ ചെയ്താൽ ഈ രൂപത്തിൽ വരും എന്നുള്ളത്. അപ്പോൾ അതിന്റെ അനുസരിച്ച് നമ്മൾ കൈയും കാലും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിന് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പേപ്പറിൽ തന്നെ ഓരോ കാര്യങ്ങളും പേപ്പറിൽ തന്നെ ചെയ്തെടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പേപ്പർ കട്ട് ചെയ്യും. ഇപ്പൊ ഇതിന്റെ ലുട്ടാപ്പിയുടെ വാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈസ് അല്ല, കണ്ടില്ലേ, ചെറുതായിട്ട്. അത് ഈ പേപ്പറിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിന്റെ ഒരു വാല് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെവി ആയാലും അതുപോലെ തന്നെ ആ ഒരു തിൻ ഒരു രീതിയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മിക്കി മിന്നിയാണ്. മിക്കി മിന്നി കുട്ടികൾക്കൊക്കെ വളരെ, ഇവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വലിയ മെനക്കേടായിരിക്കും. അതെ, അത് തൊടിയിക്കത്തില്ല, കൊണ്ടുപോവാൻ ഇല്ല. ആദ്യമേ പറയും അതിലാരും
തൊടരുതെന്ന് കുഞ്ഞുങ്ങളോട് പറയും. പക്ഷെ കുഞ്ഞുങ്ങൾ ആരും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല, കേട്ടോ. ഇപ്പോഴത്തെ അങ്ങനെ കുട്ടികളൊന്നും ശല്യമായിട്ടൊന്നും അങ്ങനെയാണല്ലോ ആരും ശീലിപ്പിക്കുന്നത്. അതെ, ആരും അതെ. ചെയ്തിട്ടില്ല. വേറെ എന്റെ വീട്ടിൽ കുഞ്ഞ് പോയാലൊന്നും ഇല്ല, ആരും ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളെല്ലാം വന്ന് കണ്ടു നിൽക്കാൻ വാവു എന്നൊക്കെ പറയും, അത്രേ ഉള്ളൂ. ആരും അത് തൊട്ടിട്ടും അങ്ങനെ ഒന്നും രസമായിട്ടാണ്. അതുപോലെ ചെയ്തിട്ടില്ല. അതെല്ലാം ആ കാണുന്നതും എല്ലാം നീ ഉണ്ടാക്കിയത്. അതെ അതെ അതെ, ആ വോൾ ആർട്ടെല്ലാം അങ്ങനെ തന്നെ ചെയ്തതാണ്. ഈ പേപ്പർ വഴി തന്നെ ചെയ്തതാണ്. വലിയൊരു കാര്യം തന്നെയാണ്. അത്രയും ഇതിനോടനുബന്ധിച്ച് UAE നാഷണൽ ഡേയിലെ ഒരു എക്സിബിഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് UAE ഉമൽകോയിനില്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നല്ല അവസരങ്ങൾ അവിടെയും ഇതിന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ മോശമല്ല, ആളൊരു സകലകലാവല്ലഭ എന്ന് പറയാം.